Assalamualaikum. Welcome back to Salva's Kitchen. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ഡെസേർട്ട് ഐറ്റം ആണ്. Vermicelli ഡബിൾ കളർ മിൽക്ക് പുഡിംഗ്, അതായത് സേമിയ മിൽക്ക് പുഡിംഗ്. ഇത് ഞാൻ ഇവിടെ ഡബിൾ കളർ ആയിട്ടാണ് തയ്യാറാക്കുന്നത്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റ് ആണ്. ഇത് നമുക്ക് ജലാറ്റിനോ ചൈനാഗ്രാസോ പഞ്ചസാരയൊന്നും ഇല്ലാതെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി പുഡിംഗ് ആണ്. ഞാനിവിടെ നമ്മുടെ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് സേമിയാണ് എടുത്തിട്ടുള്ളത്. അത് 200 ഗ്രാം ഉണ്ട്. ഇതാ കണ്ടില്ല. ഇനി ഇതൊന്ന് കൈക്കൊണ്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് വളരെ തിന്നായിട്ടുള്ള ഒരു സേമിയാണ്. അധികം തിക്കായിട്ടുള്ള സേമിയ എടുക്കരുത്. അതാകുമ്പോൾ അത്ര കാണാനും ഭംഗി ഉണ്ടാവില്ല, ഷേപ്സ് ഉണ്ടാക്കി കിട്ടാനും വളരെ ബുദ്ധിമുട്ടാവും. ഇനി കൈക്കൊണ്ടാണ് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഏകദേശം ഇതൊരു 2 ഗ്ലാസ് വരും. ആദ്യം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാണ് വേണ്ടത് ബട്ടറിൽ. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത സേമിയാണെങ്കിലും കൂടിയിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 60 ഗ്രാം ബട്ടർ അൺസോൾട്ടഡ് ആണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ 4 ക്യൂബ്സ് ആക്കിയിട്ട് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള സേമിയ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഏകദേശം ഈ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരുവോളം ഒരു 3 മിനിറ്റൊക്കെ തന്നെ മതിയാവും. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ സേമിയത്തിൻ്റെ റിയൽ ടേസ്റ്റ് ഒന്ന് മാറിയിട്ട് നല്ല ബട്ടറിൻ്റെ ഫ്ലേവറിലൊരു സേമിയ കിട്ടും. അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവും ഇങ്ങനെ ചെയ്താൽ. ഇത് തീരെ റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ബ്രൗൺ നിറാവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. വേറെ പഞ്ചസാര ഒന്നും ചേർക്കണില്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല. കണ്ടൻസ്ഡ് മിൽക്ക് ഈ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ തന്നെ അത്യാവശ്യം നല്ലൊരു മധുരമൊക്കെ ഉണ്ടാവും. അധികം ഡെസേർട്ടിനും ഇതുപോലെ പുഡിംഗ് ഐറ്റംസ് സ്വീറ്റ്സിനൊക്കെ നമുക്ക് എപ്പോഴും കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ ബട്ടർ സേമിയ എല്ലാം കൂടെ നന്നായിട്ട് പിടിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അധികം ചെയ്യുമ്പോൾ ഇത് ഡാർക്കായിട്ട് മാറും. ഇതൊരു തിക്കായിട്ട് വേണം എടുക്കാൻ. നമുക്കിത് കൊണ്ട് ആദ്യം ഷേപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കപ്പ് ഉണ്ടാക്കി എടുക്കുകയാണ് വേണ്ടിയത്. പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രയലൊന്നല്ല സെറ്റ് ചെയ്യണത്. അതായത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടുത്തെ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം കുറഞ്ഞ ചൂടോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഷേപ്സ് എടുക്കേണ്ടത്. ഞാനിവിടെ സ്പൂൺ കൊണ്ട് ഇവിടെ ഐസ്ക്രീം ബൗളാണ് എടുത്തിട്ടുള്ളത്. സ്പൂൺ കൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറഞ്ഞ ചൂടോട് കൂടി തന്നെ ഷേപ്പ് ചെയ്യണം. എന്നിട്ട് അതുപോലെ കൈക്കൊണ്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒരു കുഴിയായ രൂപത്തിൽ നമ്മളിങ്ങനെ എല്ലാ ഇതിൻ്റെ എഡ്ജ് വശമൊക്കെ പ്രസ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ബൗളിന് ഇതിൻ്റെ ഉൾഭാഗത്ത് ഒരു ലൈൻ ഉണ്ട്. അപ്പോൾ ആ ലൈന് കറക്റ്റ് ആക്കിയിട്ടാണ് ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്യാം. ഏത് ഐസ്ക്രീം ബൗളോ പുഡിംഗ് ബൗളോ അല്ലെങ്കിൽ കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന മോൾഡോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് അത്യാവശ്യം കുറഞ്ഞൊരു വലിയ ബൗളാണ്, അതുകൊണ്ടാണ് ഞാൻ ലൈന് കറക്റ്റാക്കി ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ സെൻറ്റർ പക്ഷേ ഒരു കുഴി മാതിരി ആക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് ഫില്ല് ചെയ്യാനൊക്കെ ഉള്ളതാണ്. സോസ് ഫില്ല് ചെയ്യണം. എന്നിട്ട് ഇത് എല്ലാ വശവും കൈക്കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് എഡ്ജ് വശമൊക്കെ ഒന്ന് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. ചെറിയൊരു ചൂടോട് കൂടി ചെയ്യുമ്പോഴേ ഇത് സെറ്റായിട്ട് കിട്ടുള്ളൂ. വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടും സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ടും സെറ്റ് ചെയ്യാം. അതായത് പോലെ കൈക്കൊണ്ട് തന്നെ പതുക്കെ പതുക്കെ വേണം ചെയ്തെടുക്കാൻ. അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതവിടെ വലിയൊരു 4 ബൗളിനും ഒരു ചെറിയ കുഞ്ഞു ബൗളിനായിട്ടുള്ള 5 എണ്ണം കിട്ടിയിട്ടുണ്ട് ഈ ക്വാണ്ടിറ്റി വെച്ച്. ഇനി സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അതിനുള്ള ഫില്ലിങ്സ് ആണ് നമ്മൾ റെഡിയാക്കുന്നത്. ഇതിലേക്ക് 2 വലിയ ടീസ്പൂൺ കോൺ പൗഡറാണ് എടുക്കേണ്ടത്. എന്നിട്ട് അതുപോലെ വെള്ളം കൂട്ടി ആഡ് ചെയ്തിട്ടൊന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേക്ക് പാലൊക്കെ ചെറുതായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി കോൺ പൗഡർ ഒഴിച്ച് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, അതുപോലെ വിസ്ക് ഉപയോഗിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കോൺ പൗഡർ അധികം വേവാതെ ഇത് പെട്ടെന്ന് അടി പിടിച്ചു പോകും. അതുപോലെ പതുക്കെ പതുക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊരു തിക്കാക്കിയിട്ട് വേണം എടുക്കാൻ.
ഇതുപോലെ പതുക്കെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കൊരു തിക്കായിട്ടുള്ള സോസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 2 കളറായിട്ടുള്ള ഫില്ലിങ്സ് ആണ് ചെയ്യുന്നത്. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പുഡിംഗാണ്. ഇനി ഇതിലേക്ക് ബാലൻസ് ഉള്ള ഹാഫ് ടിന്നുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ഒട്ടും ചേർക്കുന്നില്ല. 1 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്താൽ നമുക്ക് കറക്റ്റാണ്. ഹാഫ് നമ്മൾ സേമിയ ഉണ്ടാക്കുമ്പോഴും ഹാഫ് ഇതിൻ്റെ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ കറക്റ്റ് 1 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിനെടുത്താൽ പിന്നെ പഞ്ചസാര ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒരു തിക്കായിട്ട് എടുക്കണം. കണ്ടൻസ്ഡ് മിൽക്കും കോൺ പൗഡറും പാലും എല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് നല്ല തിക്ക് പേസ്റ്റ് ആക്കി എടുക്കണം. ഈ പുഡിങ് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ഇതിങ്ങനെ. ഇതവിടെ റെഡി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അതുപോലെ ഒരു 1/4 ടീസ്പൂൺ വാനില പൗഡറാണ് ചേർക്കുന്നത്. വേണമെങ്കിൽ വാനില സിറപ്പും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ വാനില പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടി ചേർക്കുമ്പോഴൊരു നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ഈ സോസ്. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് തിക്കാവുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഇതിന് കുറച്ച് ഭാഗം ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ 2 കളറായിട്ടുള്ള സോസാണ് തയ്യാറാക്കുന്നത്. ഇത് നമുക്കൊന്ന് തണുത്തതിന് ശേഷമാണ് ഫില്ല് ചെയ്യാൻ പറ്റുക. അപ്പം നമുക്കിത് തണുക്കാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് ഞാൻ അവിടെ കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. നല്ല നാച്ചുറൽ കളറായി നല്ലൊരു അട്രാക്റ്റീവ് കളറാണ് ബീട്രൂട്ട് ജ്യൂസ് ഇങ്ങനെ കൂട്ടിയെടുക്കുമ്പോൾ. ഇതും കൂടെ വെച്ചിട്ട് നമുക്കിതൊന്നും കൂടി ലോ ഫ്ലെയിമിലിട്ട് തിക്കാക്കി എടുക്കണം. അപ്പോൾ ആ ബീട്രൂട്ട് ജ്യൂസിൻ്റെ ആ ഒരു ഫ്ലേവറൊന്നും ഉണ്ടാവില്ല. അതിൽ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും വാനില പൗഡറൊക്കെ ആഡ് ചെയ്തതും കൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആവും. പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയുള്ള കളറാണ് ഇങ്ങനെ കൂട്ടുമ്പോൾ. പിന്നെ നമ്മൾ ഫുഡ് കളറോ വേറെ കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും ഇങ്ങനെ ബീട്രൂട്ടിൻ്റെ കളറാകുമ്പോൾ നാച്ചുറൽ കളറായും ചെയ്തല്ലോ. എന്നിട്ട് ഇതുപോലെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് പിടിക്കും. എന്നിട്ട് 2 സോസുകൾ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. തണുത്തതിന് ശേഷമായി വരുമ്പോൾ ഇത് വീണ്ടും ഒന്ന് തിക്കായിട്ട് വരും. എന്നിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഇതുപോലെ ഇളക്കിയിട്ട് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ 30 മിനിറ്റിന് ശേഷം നമ്മുടെ ഇതിൻ്റെ കപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് സേമിയത്തിൻ്റെ. ഇതുപോലെ ഓരോ ബൗൾ ഇങ്ങനെ കമിഴ്ത്തിയാൽ മതി. വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഞാൻ പുറത്ത് വെച്ചിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഓരോന്ന് കമിഴ്ത്തിയിട്ട് എടുക്കുക. അത് കണ്ടില്ല, അപ്പോൾ നല്ല ഷേപ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഏത് ഷേപ്സ് വേണമെങ്കിൽ ഇതുപോലെ ചെയ്യട്ടോ. ഇത് നമുക്ക് തണുപ്പിക്കാതെയും തന്നെ സെർവ് ചെയ്യാം, തണുത്തിട്ടും അങ്ങനെയും ചെയ്യാം. ഇതതുപോലെ ഇവിടെ 5 കിട്ടിയിട്ടുണ്ട്. 4 കുറച്ച് വലിയ ബൗളായിട്ടുള്ളതും ഒരു ചെറിയ ബൗളിൻ്റെതും. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാണ് വേണ്ടത്. ഇതാ നമ്മുടെ സോസൊക്കെ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അധികം ഒന്നും കൂടെ തിക്കായിട്ടുണ്ട്. അത് ഞാനിവിടെ പിങ്ക് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഓരോ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഹാഫ് പാർട്ട് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്കിത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ. ഞാനിത് അതുപോലെ ഒരു വൈറ്റും പിങ്കും കോമ്പിനേഷനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഹാഫ് പാർട്ട് നമ്മുടെ വൈറ്റ് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ വൈറ്റും പിങ്കും ആകുമ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷനാണല്ലോ കാണാൻ. രണ്ടും ഈക്വൽ പാർട്ടായിട്ട് നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്ത് ഫില്ല് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കളർ കോമ്പിനേഷൻ എടുക്കുക, ഒരൊറ്റ കളറായിട്ടും വേണേൽ ചെയ്യാം. ഇനി ഞാൻ സെൻറ്ററിൽ ഒരു ചോക്ലേറ്റ് പീസ് വെച്ചിട്ടുണ്ട്. പുറമെ ഇതുപോലെ ആൽമണ്ടിൻ്റെ പീസസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം. അതിപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ ഇതാ നമ്മുടെ വെർമിസെല്ലി ഡബിൾ കളർ മിൽക്ക് പുഡിംഗ്. എല്ലാതും ഞാൻ ഉൾഭാഗമൊക്കെ ഫില്ല് ചെയ്ത് ഗാർണിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നല്ല കളർ കോമ്പിനേഷനാണ്. പിങ്കും വൈറ്റും കൂടെ ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റാണ്. ഇതാ കണ്ടില്ലേ, ഇതിങ്ങനെ ആകുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. വേണമെങ്കിൽ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സെർവ് ചെയ്യുക, ഒരു 30 മിനിറ്റ്. ഞാനിവിടെ ഫ്രിഡ്ജിൽ വെക്കാണ്ടാണ് ഇത് സെർവ് ചെയ്തിട്ടുള്ളതൊക്കെ. ഇത് പുറമേ നല്ലൊരു ക്രിസ്പിനെസ്സും
ഇതിൻ്റെ ഉൾവശം കണ്ടില്ലേ, നമ്മുടെ പേസ്റ്റൊക്കെ അത് അങ്ങനെ ഒരു പീസ് എടുക്കുമ്പോഴേ നല്ല ക്രീമി ആയിട്ട് മെൽറ്റായിട്ട് വരുമ്പോൾ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഇതിങ്ങനെ ആകുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാനും ഈസിയാണ്, ഓരോന്നായിട്ട് സെർവ് ചെയ്യാനും വളരെ ടേസ്റ്റുണ്ട് കഴിക്കാൻ. എല്ലാവരും ഈ ഒരു മെത്തേഡിൽ നമ്മുടെ വെർമിസെല്ലി ഡബിൾ കളർ മിൽക്ക് പുഡിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തവർ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.